സാറേ, മഹാരാജാസ് കോളേജ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അഭിമന്യുവാണ്. അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ CPM ഈ അവിടുത്തെ ഭീകരവാദികൾക്ക്, പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു എന്ന് നമുക്കിപ്പോൾ സംശയമുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഈ പാർട്ടി പ്രവർത്തകർക്കെല്ലാം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ CPM വലിയ രീതിയിൽ രംഗത്തിറങ്ങുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയ ഒരു മൗനം. ആ മൗനത്തിനെതിരെ ഇപ്പോൾ അഭിമന്യുവിൻ്റെ അമ്മ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുള്ള ഈ റഹ്മാൻ, ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന, സ്വതന്ത്ര മന്ത്രിയായിരിക്കുന്ന അബ്ദുൾ റഹ്മാനുമായി ബന്ധപ്പെട്ട് ഒരു വോട്ട് കച്ചവടമുണ്ടായി. ആ വോട്ട് കച്ചവടം ഡീൽ ചെയ്തിരിക്കുന്നത് അഭിമന്യുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടെന്ന് ചില വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അഭിമന്യുവിന് നീതി ലഭിക്കുമോ? സംശയമാണ്. കാരണം നമുക്കറിയാം മഞ്ജുഷ, അതുപോലെ തന്നെ ഒരു ഇരയാണ് ഭൂപതി അത് തിരിച്ചറിയാൻ കുറേ വർഷങ്ങളെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 6 വർഷമായിട്ടും കേസിലെ പ്രതികളെ പിടിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ ജയരാജൻ ആർമിയൊക്കെ ഉണ്ടല്ലോ, ജയിലിൽ പോയി തങ്ങളുടെ സഖാക്കളായ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അതുപോലെ തന്നെ അവർക്ക് പ്രബുദ്ധരാകാൻ വേണ്ടി തൻ്റെ പുസ്തകമായ കേരളം ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള പുസ്തകം, കേരളം മുസ്ലിം രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള പുസ്തകം കൊടുത്ത് പ്രബുദ്ധരാക്കുകയും ചെയ്ത P. ജയരാജൻ പ്രബുദ്ധനാണല്ലോ എന്നാണല്ലോ വെച്ചത്. എന്തുകൊണ്ട് നിങ്ങളുടെ മഹാരാജാസ് കോളേജ് ക്യാമ്പസിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിട്ടുള്ള, സർവസമ്മതനായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള, സൽസ്വഭാവിയായിട്ടുള്ള ഒരക്രമത്തിനും കൂട്ടു നിൽക്കാതെ എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹവും ദയയും സഹാനുഭൂതിയും അനുതാപവും കൊണ്ട് വട്ടവടയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ എത്തി അവരെ സ്നേഹത്തിൻ്റെ കടൽ നൽകിയ, സ്നേഹത്തിൻ്റെ മഹാസമുദ്രം നൽകിയ ആ അഭിമന്യുവിനെ, ഈ മഹാഭാരതത്തിലെ അഭിമന്യുവിനെ അനുസ്മരിപ്പിക്കും വിധം ക്യാമ്പസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ പത്മവ്യൂഹത്തിൽപ്പെടുത്തി കൊന്ന കൊലച്ചതി, ആ കൊലച്ചതിക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് പകരം വീട്ടാൻ കഴിഞ്ഞില്ല? തലശ്ശേരിയിൽ RSSകാരെങ്കിലും എന്തെങ്കിലും ചെയ്ത 1 പകരം 2 എന്നുള്ള കണക്കിൽ തലവെട്ടി രാഷ്ട്രീയം നടത്തിയവരാണല്ലോ നിങ്ങൾ. അടി തന്നാൽ അടി കൊടുക്കണമെന്ന തത്വശാസ്ത്രം പഠിപ്പിക്കുന്ന MM മണിയുടെ പാർട്ടിയല്ലേ നിങ്ങൾ? ആ MM മണിയുടെ താവളത്തിന് അല്ലെങ്കിൽ ലാവണത്തിന് വളരെ ദൂരെയൊന്നുമല്ലല്ലോ മഹാരാജാസ് കോളേജ്. എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു മിടുക്കനായ വിദ്യാർത്ഥി നേതാവിനെ നേരിട്ട ഈ കൊലയ്ക്ക് പകരം ചോദിക്കാൻ നിങ്ങൾക്കിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഗവൺമെൻറ്റാണല്ലോ ഈ കഴിഞ്ഞ 2 ടേമിലും ഭരിച്ചത്. എന്തുകൊണ്ട് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല? കഴിഞ്ഞ 6 വർഷമായിട്ട് എന്തുകൊണ്ട് നീതിന്യായ വ്യവസ്ഥിതിയെ ആ രീതിയിൽ ഉണർത്താൻ നിങ്ങൾ കഴിവുള്ളവരാണ്? നിങ്ങൾക്ക് CBI ഏർപ്പെടുത്താം, അങ്ങനെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയുടെ കേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമില്ലാതായിപ്പോയ CBI നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലേ? അപ്പോൾ തെളിയിക്കാൻ ഇത്രയും കാലതാമസം എടുക്കുമ്പോൾ CBI ഏർപ്പെടുത്താം, ഏറ്റവും ഉന്നതരായിട്ടുള്ള അഭിഭാഷകരെ വെച്ച് കേസ് വാദിക്കാം. നിങ്ങൾക്കൊന്നും കഴിയുന്നില്ല? ഒരു കോളേജിൽ ഇത്ര ഗൂഢാലോചനയോട് കൂടിയ ഒരു കൊലപാതകം നടന്നു എന്നാണോ ആർക്കും കണ്ടുപിടിക്കാൻ വയ്യാത്ത വിധം? സ്കോട്ട്ലൻഡ് യാർഡിന് പോലും കണ്ടുപിടിക്കാൻ വയ്യാത്ത വിധം ഒരു കൊലപാതകമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഇതിൽ ഒത്തുകളിയല്ലേ? മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായി ആയിരിക്കുമോ ഈ പ്രതികൾക്കെല്ലാം ഇനി കുറച്ചുനാൾ അവരെ പുറത്തിറങ്ങി ജീവിക്കട്ടെ എന്ന ചിന്തയെല്ലാം? എന്തോ കച്ചവടം അതിൽ നടക്കുന്നുണ്ടെന്ന് മാത്രമേ സാധാരണ ജനങ്ങൾക്ക് അനുമാനിക്കാൻ വയ്യുള്ളൂ. കാരണം കോളേജിൽ നടക്കുന്ന ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ കോളേജ് എപ്പോഴും ആളുകൾ സഞ്ചരിക്കുകയും എറണാകുളം എന്ന് പറഞ്ഞ ഒരു മഹാനഗരമാണ്. അവിടെ ഈ കാനനപാതയിലോ കാനനങ്ങളിലോ ഒന്നും കൊണ്ടുപോയി നടത്തിയ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മഹാരാജാസ് കോളേജിൽ വെച്ച് നടക്കുന്നതാണ്. എപ്പോഴും ആധുനിക CCTV സംവിധാനങ്ങളും മറ്റെല്ലാമുള്ള ആധുനിക സജ്ജീകരണങ്ങളുമുള്ള കേരളത്തിലെ ഏറ്റവും മഹാനഗരമായിട്ടുള്ള എറണാകുളത്ത് നടന്ന ഒരു കൊലപാതകത്തിന് തുമ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കൊടികെട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്ന പോലെ സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി പാർട്ടി ഓഫ് CPM എന്ന് പറയേണ്ടി വരും. അഭിമന്യുവിനെ നിങ്ങൾ കുരുതി കൊടുത്തു. അഭിമന്യുവിനെ കുരുതി കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്താണ് നേടിയത്? അതിവ്യക്തമാണ്. വോട്ടുകളാണോ അതോ നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടമാണോ എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒടുവിൽ
അഭിമന്യുവിൻ്റെ അമ്മ ഭൂപതി പ്രതിഷേധിച്ചപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ടി കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ് ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുക. എന്തന്വേഷിക്കാനിരിക്കുന്നു? നിങ്ങളുടെ പാർട്ടി പത്രത്തിനോട് ചോദിച്ചാൽ പറയൂ ഇതിൻ്റെ നാൾ വഴികൾ. ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ പാർട്ടിക്ക് ഇതിനെക്കുറിച്ച് ആശങ്കയില്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് എന്തിനാണ് ആശങ്ക ഉണ്ടാവേണ്ടത്? നിങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക? എന്താണ് ഇതിലെ ഒളിച്ചുകളി? അഭിമന്യു നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു സഖാവായിരുന്നില്ലേ SFIക്കാരെ? ഗവർണറെ കെട്ടിച്ചയച്ച അഷ്റോ പോലെയുള്ള ധീര നേതാക്കളുണ്ടല്ലോ നിങ്ങളുടെ SFIക്ക്. എന്തുകൊണ്ട് അഭിമന്യുവിൻ്റെ കൊലപാതകികളെ കണ്ടെത്തുന്നില്ല എന്ന് ചോദിക്കാൻ എന്തേ നട്ടലില്ലേ നിങ്ങൾക്ക്? എന്തൊരു ക്രൂരമായ കൊലപാതകമായിരുന്നു, ഞെട്ടിച്ച കൊലപാതകമായിരുന്നു. ഒരു കൊലക്കേസിലും അഷ്റോയെപ്പോലെ ഒരു കൊലക്കേസിലും പ്രതിയാകാത്ത, ഒരു അക്രമക്കേസിലും മർദ്ദനക്കേസിലും പ്രതിയാകാത്ത ഒരാൾ, ആ ജീവൻ കേരളത്തിലെ SFIക്കാരെന്നുള്ള കോളേജിലാണ് പഠിക്കുന്നത്, മഹാരാജാസ് കോളേജിൽ. അതെ, അവിടെ വേണം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമല്ല. അപ്പൊ ആ SFI നേതാവ് തന്നെ ആ കോളേജിൽ SFIയുടെ എല്ലാ നേതാക്കളും എക്കാലത്തും ഉണ്ടായിട്ടുള്ള കോളേജാണ് ഈ മഹാരാജാസ് കോളേജ്. അവിടുത്തെ അധ്യാപക സമൂഹം തന്നെ ഇടതുപക്ഷ ചായ്വുള്ളവരാണ്. വലിയ ബുദ്ധിമാന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള കോളേജുമാണത്. അങ്ങനെയുള്ളൊരു കോളേജിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ തുമ്പ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് പോയാൽ അത്ഭുതപ്പെടാനുണ്ട്. നാണമില്ലേ നിങ്ങൾക്ക്? ഈ ഒരു കേസിൽ അന്വേഷണം, പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിൻ്റെ അന്വേഷണം എങ്ങുമെത്താതെ ആക്കിയതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഒന്നുകിൽ നിങ്ങളിതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിതിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്നുള്ള സത്യമാണ് വെളിപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ അമ്മ ഇറങ്ങിയപ്പോഴാണ് പാർട്ടി ഒന്ന് അനങ്ങിയത്. ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ലോ ആൻഡ് ഓർഡർ മെഷീനറി നിങ്ങളാണ് ഭരിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്. കുറ്റകൃത്യങ്ങൾ, ക്രൈം റെക്കോർഡ്സ് ഇതെല്ലാം നിങ്ങളുടെ കീഴിലാണ് വരുന്നത്. ക്രൈം ബ്രാഞ്ച് നിങ്ങളുടെ കീഴിലാണ് വരുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അപ്പം നിങ്ങൾ പരാജയം സമ്മതിക്കണം. പരാജയം സമ്മതിച്ചിട്ട് ആഭ്യന്തര വകുപ്പിനെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. ഇത്ര ക്രൂരമായിട്ടൊരു വിദ്യാർത്ഥി അരുംകൊല ചെയ്യപ്പെട്ട ക്യാമ്പസിൽ ആ വിദ്യാർത്ഥിയുടെ മരണശേഷം 6 വർഷം കഴിഞ്ഞിട്ടും തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം പരാജയം സമ്മതിച്ച് കേസ് CBIക്ക് ഇതുവരെ വിട്ടിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. കേരള പോലീസ് തന്നെയാണ് അന്വേഷിക്കുന്നത്. CBIക്ക് വിടുക, അല്ലെങ്കിൽ സ്വതന്ത്ര നിഷ്പക്ഷ ഏജൻസികൾക്ക് വിടുക. അവർ കണ്ടുപിടിച്ചോളും. അതതിനി ഇവർ ഈ ഇസ്ലാമിക ഭീകരവാദികളെ ഭയപ്പെട്ടിട്ടായിരിക്കുമോ ഇങ്ങനെ പെരുമാറുന്നത്? അതെ, എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം അതാണ്. അവരെ പേടിയാണ്. RSSനെ നാഴികയ്ക്ക് 40 വട്ടം പറയും. പാലസ്തീൻ പ്രശ്നത്തിനും, ഇസ്രായേൽ പ്രശ്നത്തിനും, ഇറാൻ പ്രശ്നത്തിനും, ഇറാഖ് പ്രശ്നത്തിനും, സുഡാൻ പ്രശ്നത്തിനും, യമൻ പ്രശ്നത്തിനും എല്ലാ ഉത്തരവാദി ഇന്ത്യയിലെ ഈ RSS ആണെന്ന് പറയുന്നുണ്ട്. RSSനെ എങ്ങനെ വേണ്ടതിലധികം പറയുന്നുണ്ട്. ക്യാമ്പസ് ഫ്രണ്ടിനെ പറ്റി ഒരക്ഷരം അവർ മിണ്ടിയിട്ടുണ്ടോ? ആ കാലത്ത് മിണ്ടിയില്ല. അവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഈ ആക്രമണം. കാരണം ഒട്ടും പ്രതീക്ഷിച്ചതല്ല അവർ. ക്യാമ്പസ് ഫ്രണ്ട് നരനായാട്ട് നടത്തുന്നത് പോലെ തന്നെ അവരിലെ ഏറ്റവും നല്ലവനായ വിദ്യാർത്ഥി, ഒരു കേസിലും പ്രതിയല്ലാത്ത സൽസ്വഭാവിയായിട്ടുള്ളൊരു വിദ്യാർത്ഥിയെ തന്നെ തിരഞ്ഞെടുത്ത് കൊന്ന ആ ക്രൂരതയ്ക്ക് മുമ്പിൽ പകച്ചുപോയി കാണണം CPM. കാരണം CPM എന്തെങ്കിലും ഒരു കൊലപാതകം ചെയ്യുന്ന അവർക്ക് കുലംകുത്തികളായിട്ട് തോന്നുന്നവരെയോ, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് അവമതിപ്പോ, അല്ലെങ്കിൽ പാർട്ടിക്ക് പരാജയമോ ഉണ്ടാക്കുന്നവരെയാണ് നോക്കുന്നത്. ഇതൊന്നുമല്ല. ഇത് ശരിയാണ്, ഒരു തരത്തിലതാണ്. സൽസ്വഭാവിയായതുകൊണ്ട് ക്യാമ്പസിലെ ഭൂരിപക്ഷം പെൺകുട്ടികളുടെയും വോട്ട് SFIക്ക് കിട്ടി. ആ അഭിമന്യു കാരണം അവരുടെ അഭിമാനമായിരുന്നു, SFIയുടെ അഭിമാനമായിരുന്നു. ആൺകുട്ടികളുടെയും അവൻ്റെ സൽസ്വഭാവം കൊണ്ട് അവൻ ആ വോട്ടുകൾ നേടി. ആ സൽസ്വഭാവമായിരുന്നു ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശത്രു.